ജഹ്മികൾ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുപോയ, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണെന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടുള്ള ജഹ്മികൾ അള്ളാഹു ജഹ്മിയാക്കൾ പഴച്ചവരാണ്. ഒരു അഹ്ലുസുന്നയുടെ അഖീദയല്ല, അഹ്ലുസുന്നയുടെ അഖീദയുടെ പുറത്താണ്. അതൊക്കെ എനിക്കറിയുന്നതാണ്, ഞാനത് പറയുന്നതുമാണ്. എപ്പോഴും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാ. പക്ഷെ ഒരു കാഫിര്യങ്ങളാണെന്ന് ഉലമാക്കൾ പറയും. ഏത് ഉലമാക്കൾ? ഇയാളെ ഉസ്താദുമാരോ ഉലമാക്കൾ? കിതാബുള്ളത് പോലെ പറയാ. പിന്നെ ഏതെങ്കിലും ഒരാളെ പറ്റി വേറൊരാൾ കാഫിർ എന്ന് പറഞ്ഞ അത് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടായിട്ട് പറയരുത്. ഞാൻ എത്രയോ വട്ടം ഇവിടെ പറഞ്ഞല്ലേ. അത് ഇങ്ങനെ ഒരു മൊലിയാർ പറഞ്ഞെന്ന് പറഞ്ഞോളി, ഇങ്ങനെ ഒരു മൗലവിക്ക് ഇങ്ങനെ അഭിപ്രായം, എന്നാൽ അയിമൽ നിൽക്കും. ഇത് ഉലമാക്കൾ പറഞ്ഞതിന് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടാന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെ പറ്റിയൊക്കെ ഈ നോണ പറയുന്നത് ഞങ്ങൾക്കാർക്കും ജഹ്മിയാക്കൾ കാഫിർ എന്നുള്ള അഭിപ്രായം ഇല്ല, അഹ്ലുസുന്നത്തിനില്ല. ഷിയാക്കൾ കാഫിർ എന്നുള്ള അഭിപ്രായം അഹ്ലുസുന്നത്തിനില്ല. ഒറ്റപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പെശകുകൾ ആരൊക്കെ പറയും? എത്ര വലിയ വലിയ ഇമാമിങ്ങൾ പെശക് പറയുന്നുണ്ട്, നമുക്കറിയാത്ത കാര്യം. അപ്പൊ ഈ ക്ലിപ്പിനകത്ത് നമ്മുടെ സഹോദരൻ നിയാഫ് ഇബ്നു ഖാലിദ് പറഞ്ഞത് ഒറ്റ കാര്യമാണ്: ജഹ്മികൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്താണ്. ആ കാര്യത്തിൽ ഏതായാലും അഭിപ്രായ വ്യത്യാസമില്ല. ഇവർ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്നും മുൻഗാമികളായ ഇമ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. മുൻഗാമികളായ ഇമ്മത്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ? നിരവധി ഇമ്മത്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. 500ഓളം പണ്ഡിതന്മാർ ഈ ആശയം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇത്രയും വ്യക്തമായൊരു കാര്യം എന്തുകൊണ്ട് നിയാഫിന് ഇങ്ങനെ പറഞ്ഞുകൂടാ? ഇവൻ്റെ സമ്മതം വേണം ഇടവണ്ണപ്പാറന്ന്. ഇതൊരു ആമത്തുന്നാസിനുള്ള ദർസാണ്. ആളുകളെ ബിദ്അത്തിലേക്കും കുഫറിലേക്കും പോകുന്നതിനകത്ത് തടയാൻ വേണ്ടിയിട്ട് വളരെ ഗൗരവമുള്ള രൂപത്തിൽ തന്നെ അഹ്ലുസുന്നൻ്റെ ഉസൂലുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ അഹ്ലുസുന്നൻ്റെ ദാഇമാരും ഉലമാവും ഒക്കെ പരമ്പരാഗതമായിട്ട് സ്വീകരിച്ചു വരുന്ന ശൈലി. അപ്പോൾ അവിടെ ജനങ്ങളെ തഹ്ദീർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനൊരു സംസാരം നടത്തിയതാണ്. അവിടെ ഇജ്മാ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിടിക്കായിരുന്നു. ഇത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ, ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴത്തിന് ഇയാൾ എന്തിനാ ചാടേണ്ട ആവശ്യം?